കണ്ണൂർ ഇരിട്ടി എടക്കനാത്തെ ഗുണ്ട ആക്രമണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷുഹൈബ് കേസ് പ്രതി ദീപ് ചന്ദ് അടക്കം 15 പേരാണ് പ്രതികൾ. മാരകായുധങ്ങളുമായി മർദ്ദിച്ചുവെന്നാണ് എഫ്ഐആർ. നിഖിലുടെ വിവരങ്ങളുമായി. നിഖിലെ, നടന്നത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. എഫ്ഐആറിൽ എന്തൊക്കെയാണ്? സേതു, നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളുടെ തുടർച്ചയായി നടന്ന, അതായത് രാത്രി 8 മണിയോടുകൂടി നടന്ന സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഈ എടക്കാനം വ്യൂ പോയിന്റിലെത്തിയ ആളുകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെതായിരുന്നു. ആ സംഘർഷത്തിൽ ഏർപ്പെട്ടവരിൽ ഈ ഷുഹൈബ് വധക്കേസ് പ്രതിയായ ദീപ് ചന്ദും ഒപ്പം തന്നെ ദീപ് ചന്ദിന്റെ സുഹൃത്തുക്കളുമായ ആളുകൾ ഉണ്ടായിരുന്നു. ഇതിന് പകരം വീട്ടാനാണ് രാത്രി 7:50 15 പേരടങ്ങുന്ന സംഘം വീണ്ടും എടക്കാനം വ്യൂ പോയിന്റിലെത്തുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഷാജി എന്ന് പറയുന്ന എടക്കാനം സ്വദേശിയെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഈ 15 അംഗ സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഈ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് പോലീസ് പറയുന്നു. കൃത്യമായി പോലീസ് ആയുധങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇടിക്കട്ട, ഇരുമ്പ് ദണ്ട്, വടിവാള് പോലുള്ള ആയുധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. 15 പേരടങ്ങുന്ന സംഘം 7:50 എടക്കാനത്തേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഷാജിയെയും സുഹൃത്തുക്കളെയും മർദ്ദിക്കുകയുമായിരുന്നു. 3 വാഹനങ്ങളിലായാണ് ഈ സംഘം എത്തിയത്. അതിക്രൂരമായ മർദ്ദനം അവിടെ അഴിച്ചുവിടുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇവരെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതോടുകൂടി ഈ 3 വാഹനങ്ങളിലായി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ രക്ഷപ്പെടുന്നതിനിടെ ഇവരുടെ ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു. പിന്നീട് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ മറ്റൊരു വാഹനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്.